സേഫ് ഹോസ്പിറ്റൽ സേഫ് ക്യാമ്പസ് നടപ്പിലാക്കാൻ സമ്പൂർണ്ണ ശുചീകരണ പ്രവൃത്തിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ. സമ്പൂർണ്ണ ശുചീകരണത്തിൽ JCB, ടിപ്പർ ലോറി അടക്കം 116 വളണ്ടിയർമാരുമായി താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF വളണ്ടിയർമാർ. തോട്ടത്തിൽ രവീന്ദ്രൻ MLA സേവന പ്രവർത്തനം കാണാനായി എത്തി വളണ്ടിയർമാർക്ക് പിന്തുണ നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് 15ഓളം സംഘടനകളാണ് നിരവധി പേരുടെ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ശുചിത്വം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു വസ്തുതയാണ്. എത്രയൊക്കെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശുചീകരണത്തിന് എത്തിയത് 100ലേറെ സന്നദ്ധ വളണ്ടിയർമാരും ആശുപത്രി ജീവനക്കാരുമാണ്. ശുചിത്വ ക്യാമ്പസ് നിലനിർത്താൻ കൂടുതൽ സംവിധാനം ഒരുക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ഏകദേശം 500ഓളം വോളണ്ടിയേഴ്സ്, അതായത് ഒരു 10-15 സംഘടനകളുടെ പ്രവർത്തകർ അവരുടെ ജോലി പോലും വേണ്ട എന്ന് വെച്ചിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസും ഹോസ്പിറ്റലിൻ്റെ പരിസരവും ശുചിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എത്രയും സ്വാഗതാർഹമായിട്ടുള്ളൊരു പ്രവൃത്തിയാണിത്. ഇതിൽ പ്രത്യേകിച്ചും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും JCB, ടിപ്പർ, ഇതടക്കം TDRF, അങ്ങനെ ബാക്കിയുള്ള മറ്റ് സംഘടനകളെല്ലാം കൂടി വളരെ ആത്മാർത്ഥമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസ് മൊത്തം ഇത് കഴിയുമ്പോഴത്തേക്ക് ക്ലീൻ ആകുമെന്നുള്ള വിശ്വാസത്തിലാണ്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. JCB, ടിപ്പർ, വുഡ് കട്ടർ, 2 കാട് വെട്ടുന്ന മെഷീനടക്കം 116 വളണ്ടിയർമാരുമായി താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF വളണ്ടിയർമാർ മികച്ച സേവനം കാഴ്ചവെച്ചു. മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ കണ്ടെത്തിയ പാമ്പുകളെയും TDRF വളണ്ടിയർമാർ പിടിച്ച് അധികൃതർക്ക് കൈമാറി. CH സെന്റർ, സേട്ടു സാഹിബ് സെന്റർ, കനിവ്, സഹായി ഹെൽപ്പിംഗ് ഹാൻഡ്സ്, ഹോം കെയർ, ട്രോമ കെയർ, മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ആൻഡ് സെക്യൂരിറ്റി, DYFI, യൂത്ത് കോൺഗ്രസ്, MSM തുടങ്ങി നിരവധി സന്നദ്ധ വളണ്ടിയർമാരാണ് സേവനത്തിന് എത്തിയത്. റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന കാടുകളും മരച്ചില്ലുകളും പ്ലാസ്റ്റിക് മറ്റ് പാഴ്വസ്തുക്കളുമെല്ലാം ശേഖരിച്ച് പുറത്തേക്ക് നീക്കി. പഴയ കെട്ടിട അവശിഷ്ടം, കട്ടിലുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവ ലേലത്തിനായി ഒരു ഭാഗത്തേക്ക് നീക്കി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ, സൂപ്രണ്ട് ഡോക്ടർ MP ശ്രീജയൻ, സർജൻ താഹിർ P, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ബഷീർ, ദിജു എന്നിവർ മാർഗനിർദ്ദേശങ്ങളുമായി വളണ്ടിയർമാരുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. ഇന്നിവിടെ വളരെ വിപുലമായ രീതിയിലുള്ള ക്ലീനിങ് വിവിധ സൂപ്രണ്ടുമാരും അതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ, അതായത് സേഫ് ഹോസ്പിറ്റൽ സേഫ് ക്യാമ്പസ് എന്നുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു തുടർ പ്രവർത്തനമാണ്. അതിൻ്റെ അറോറ ഹാളിൽ നടന്ന ചടങ്ങ് വാർഡ് കൗൺസിലർ M മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശുചീകരണം നടന്നുകൊണ്ടിരിക്കെ തന്നെ മാലിന്യം വേർതിരിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനായതും ശ്രദ്ധേയമായ സേവന പ്രവർത്തനം നടത്തിയ TDRFനെ മെഡിക്കൽ കോളേജ് അധികൃതർ അഭിനന്ദിച്ചു. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്.